നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ച് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത് 2 of Cups എനർജി ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻ ആണ് എന്നുള്ളതാണ്. ഒരു ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ബോണ്ടിങ് ഉള്ള ആളുകളാണ് നിങ്ങളെ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഈ ഒരു റിലേഷനിലോട്ട് വന്നിട്ടുള്ളത് തന്നെ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്കൊരു ലൈഫ് പർപ്പസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷനിലൂടെ ബോണ്ടിങ്ങിലൂടെ ഒരു സോൾ പർപ്പസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് കാണിക്കുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ റിലേഷൻ ഭയങ്കര സ്ട്രെങ്തോടു കൂടി, അതായത് ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് പെട്ടെന്ന് മനസ്സിലാവുകയും രണ്ടുപേരും പരസ്പരം സ്പേസ് കൊടുക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന അത്രയും ബോണ്ടിങ്ങിലൂടെ പോകുന്ന റിലേഷനാണ് ഈ ഒരു റിലേഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സോൾ കണക്ഷന്റെ സ്ട്രെങ്ത് ഈ റിലേഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. 9 of Pentacles എനർജിയാണ്. നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കരിയർ പാത്ത് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴാ ഒരു ലെവലിലോട്ട് എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ മുൻപോട്ട് നിങ്ങൾ അതുപോലെ രണ്ടുപേരും ഒന്നിച്ചൊരു ലൈഫ് പാത്തിലൂടെ പോവുകയും രണ്ടുപേരും ആ ഒരു കർമ്മ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. അത് യൂണിവേഴ്സിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിലോട്ട് നിങ്ങളെ എത്തിപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് വാൻസ് എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷൻ ആണ് എന്നുണ്ടെങ്കിലും ഇവിടെ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം. ഈ റിലേഷനിൽ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സന്റെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു അകൽച്ച ഉണ്ടാവുന്നതിന്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കംപ്ലീറ്റ്ലി അകന്ന് നിൽക്കുന്നതിന് റീസണായി മാറുന്ന ഒരു പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അവിടെ അവരുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് നിങ്ങളെ തമ്മിൽ അകറ്റുന്നതിന്, നിങ്ങൾക്ക് അതായത് ഈ റിലേഷൻ നല്ല രീതിയിൽ ബോണ്ടിങ്ങിലോട്ട് കൊണ്ടുപോകുന്നതിന്, ലൈഫ് ലോങ് ഈ റിലേഷൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിനൊക്കെ തടസ്സമായിട്ടൊരു പേഴ്സന്റെ പ്രസൻസ് ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, കർമ്മയാണ് ഇവിടെ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ ഈ റിലേഷനിലുള്ളത് നിങ്ങൾ കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഈ ഒരു കർമ്മ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അത് ആ ഒരു കർമ്മയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ രൂപത്തിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അത്രയും ഫീലിങ്സും, അതായത് നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ലെസ് കോണ്ടാക്റ്റോ ഒക്കെ ആയിരിക്കാം ഈ ഒരു തേർഡ് പേഴ്സന്റെ കാരണം കൊണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും ഈ റിലേഷൻ പഴയ പോലെ തന്നെ സ്ട്രെങ്ത് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ എന്തായാലും മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ ടവർ മൊമെന്റ് ആണ്. ഈ ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്തായാലും എൻഡ് ആവും. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷനിൽ ഇന്റർഫിയർ ചെയ്യുന്ന കാര്യങ്ങൾ
അതെല്ലാം ഒരു പെട്ടെന്നൊരു ആഘാതം പോലെ ഒരു സിറ്റുവേഷൻ വന്നത് എൻഡ് ആവുകയും ഈ ഒരു കർമ്മ നിങ്ങളിൽ നിന്നും അകന്നു പോവുകയും ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. അതിനുശേഷമായിരിക്കാം ഈ ഒരു റിലേഷൻ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ റിലേഷൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരാൻ വേണ്ടി പോകുന്നത്. ദ ഫൂൾ കാർഡാണ് ഇവിടെ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്ത് നിങ്ങളുടെ റിലേഷൻ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു ടവർ മൊമെന്റിന് ശേഷം ഉണ്ടാവുന്നത് ഒരു തകർച്ചയല്ല, സത്യം പറഞ്ഞ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അതായത് നിങ്ങളുടെ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആവുകയും ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരികയും ചെയ്യുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഭയങ്കരമായിട്ടൊരു കൺട്രോളിങ് ഉള്ള ഒരു പേഴ്സൺ ആണ് ഈ പേഴ്സൺ എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി. ചിലർക്ക് ഒരു ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ ചെയ്യുന്ന ഒരു ലേഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഈ ഒരു കർമ്മയുടെ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എൻഡ് ആവുന്നത് ഒരു നല്ല രീതിയിലായിരിക്കില്ല. ആ ഒരു എൻഡിങ്ങും നിങ്ങളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഉണ്ടാവുന്നത്. അത് എൻഡായി പോകുന്ന ആ ഒരു ടവർ മൊമെന്റ് എന്ന് പറയുന്നത് നിങ്ങളെ അത്രയും പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഹാപ്പി ലൈഫായിരിക്കും, അല്ലെങ്കിൽ ആ ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് കിട്ടാനാണ് കാണിക്കുന്നത്. 6 ഓഫ് പെന്റിക്കിൾസ് ആണ്. അതിനുശേഷം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉള്ള ഒരു ബോണ്ടിങ്ങും കണക്ഷനും ആണ് എന്നാണ് കാണിക്കുന്നത്. 6 ഓഫ് പെന്റിക്കിൾസ് കാണിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലോട്ട് ഈ റിലേഷൻ മുന്നോട്ട് വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. റിഗ്രറ്റ് എന്നാണ് കാണിക്കുന്നത്. അവര് വിചാരിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും, അല്ലെങ്കിൽ പലപ്പോഴായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവര് മനഃപൂർവ്വം അല്ലെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോവേണ്ടി വന്നത് അവരുടെ ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ അവരാണ് അതിന്റെ ഒരു കാരണം എന്നുള്ള രീതിയിൽ അവര് റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. റീയൂണിയൻ എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ മുന്നോട്ട് പോസിബിൾ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകന്ന് നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റീയൂണിയൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഒന്നിച്ച് കാണാനോ സംസാരിക്കാനോ ഒക്കെയുള്ള സിറ്റുവേഷൻസ് വരും എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഹാബിറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ചില ഹാബിറ്റ്സുകൾ, അതായത് ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവത്തിലുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ അതിനെ നിങ്ങൾ ആ ഹാബിറ്റ്സിനെ നിങ്ങൾ നല്ല രീതിയിലാക്കി മാറ്റുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണ് ഒരു ഹേർട്ട് ആവുന്ന രീതിയിലല്ലാത്ത രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനൊരു പോസിറ്റീവ് വേയിലൂടെ കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. റെസിപ്രോസിറ്റി എന്നാണ് കാണിക്കുന്നത്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻ ഉണ്ടാവും. നമ്മൾ ഒരു 6 ഓഫ് പെന്റിക്കിൾസ് എനർജി വന്നില്ലേ, അതുപോലെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് റിലേഷനിൽ മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. റിമൈനിസൈസിങ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ മുൻപുണ്ടായിരുന്ന ആ ഒരു സ്നേഹം, ബോണ്ടിങ്, തമാശ, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ടൈമുകൾ എല്ലാം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ആ ഓർമ്മകൾ അവരുടെ മനസ്സിലൂടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം.
പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ റിലേഷനിൽ വരും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു മാനസിക സംഘർഷവും ഇഷ്യൂസൊക്കെ മാറി നല്ലൊരു ബോണ്ടിങ്ങും നല്ലൊരു കെയറും ഉള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷനിലോട്ട് ഇത് ചേഞ്ച് ആവും എന്ന് കാണിക്കുന്നത്. യെസ് കാർഡാണ്. നിങ്ങൾ ഈ റീഡിംഗ് കാണുമ്പോൾ എന്താണ് നിങ്ങളെ റിലേഷനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്, ഒരു എന്ത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ളത്, അതിനനുസരിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു യെസ് എന്നാണ് നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ. നിങ്ങൾ ഈ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവോ, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ, അതായത് അവർ ആത്മാർത്ഥമായിട്ടാണ് ഈ റിലേഷൻ നിൽക്കുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് യെസ് എന്നാണ് കേട്ടോ. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് കാണിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ കുറിച്ച് ക്ലാരിറ്റി വരും എന്നാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അകന്ന് നിൽക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവും എന്ന് കാണിക്കുന്നുണ്ട്. ഫോർഗിവ്നെസ് എന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ്. നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, ക്ലാരിറ്റിയോടുകൂടി രണ്ടുപേരും പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജനുവരി, ലെറ്റർ എസ്, 1989, തിരുവാതിര, ജൂലൈ, ആയില്യം, ലെറ്റർ വി, രോഹിണി, അവിട്ടം, മകം, ലെറ്റർ എൻ, 1985, ലെറ്റർ യു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.